ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നുവെന്നും അതിന്റെ ഭാഗമായി ക്രമക്കേടൊന്നും നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയത്തിൽ അന്നത്തെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്ത് അന്വേഷണം നടത്താനാണെന്നും അദ്ദേഹം ചോദിച്ചു. എന്താണ് മെസ്സിയെ കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടികളാണ് ആദ്യം തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ചില ധാരണകളും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ കടലാസുകൾ തന്റെ കയ്യിലുണ്ട് എന്ന് അന്നത്തെ മന്ത്രി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അത് കൂടുതൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ കിട്ടും. ആ കാര്യത്തിൽ അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുൾ റഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു. വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിന്റെ മേലെ എന്ത് അന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചല്ലേ പറയാൻ പറ്റും. അല്ല, അതൊക്കെ എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അന്നത്തെ മന്ത്രി വ്യക്തമാക്കുന്നുണ്ടല്ലോ. ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ബാധ്യസ്ഥനായ ഒരാളല്ല ഞാൻ. അതിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നല്ലാതെ A to Z കാര്യങ്ങൾ ഞാൻ അറിയേണ്ടതായിട്ടില്ല സാധാരണഗതിയിൽ. ഇപ്പോ നമ്മൾ ഈ നാട്ടിലാകെ ഇങ്ങനെ വല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് കുറച്ചൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒന്നിരിക്കട്ടെ, ഒന്ന് ഇങ്ങോട്ട് തിരിച്ചും എന്നൊരു ആലോചന ഉണ്ടാവും. അതും എന്റെ വഴിക്ക് വരട്ടെ, അതുകൊണ്ട് സാരമൊന്നുമില്ല. അതൊന്നും ഞങ്ങളെ അധികം ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അതിനകത്ത് യാതൊരു ക്രമക്കേടുമില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.